നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറച്ചുകൂടി ലാർജ് സ്കെയിലിൽ എന്തെങ്കിലും ആലോചിക്കുന്നേ? ചേട്ടാ, ഞാൻ മുഴുവൻ പറഞ്ഞില്ല. ഇതൊരു ലാർജ് സ്കെയിൽ ബിസിനസ് തന്നെയാ. ആ ഒരു കോഫി ഷോപ്പ് മാത്രമല്ല, ഈ സിറ്റിയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ഒരു ഏകദേശം 50 കോഫി ഷോപ്പുകളാണ് ഒരേ സമയം ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരും. കോഫി ഷോപ്പിന് 5 കോടി രൂപയോ? ആ അതെ, അതായിരിക്കണം ഇതിന്റെ ഒരു ലെവലുവേ. എന്നാ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് യാതൊരു പ്രീവിയസ് എക്സ്പീരിയൻസും ഇല്ലാത്തൊരു മേഖലയാണിത്. അതിലേക്ക് 5 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയാവോ പ്രണവ്? അച്ഛൻ പറഞ്ഞാണോ എന്റെ ശരി? ഏതൊരു ബിസിനസ്സിനും എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഈ കോഫി ഷോപ്പ് ബിസിനസ് നീ ഡ്രോപ്പ് ചെയ്തേക്ക് പ്രണവ്. ഇത് നമുക്ക് വേണ്ട, ഇത് ശരിയാവില്ല. ഇവൻ ആദ്യമായിട്ടൊരു ഐഡിയ പറഞ്ഞതാ. പറഞ്ഞു തീരും മുന്നേ എല്ലാരും ഇങ്ങനെ നോ പറഞ്ഞാലോ? ഈശ്വരമംഗലത്തിന്റെ രക്തമല്ലേ ഇവന്റെ ശരീരത്തിൽ ഓടുന്നത്. സക്സസ് ആകാൻ പറ്റും പ്രണവിന്. നമ്മുടെ കമ്പനിയിൽ ഒരു പുതിയ പ്രോജക്റ്റ് ആരെങ്കിലും ഏൽപ്പിക്കണമെങ്കിൽ പോലും പല ഘടകങ്ങളും നമ്മൾ നോക്കാറില്ലേ? എക്സ്പീരിയൻസ്, ക്യാരക്ടർ എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അറിയാൻ പാടില്ലാത്ത ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച് വെറുതെ പണം കളയണ്ട. അയ്യോ ചേട്ടാ, അറിയാൻ വയ്യാത്തതല്ല. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ ഇതിന്റെ പുറകില. അപ്പോഴാണ് ആ ഷോപ്പ് വിൽക്കുന്ന കാര്യം അറിഞ്ഞത് തന്നെ. എന്നിട്ടിപ്പോ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ അത് നടക്കുന്ന കാര്യമാണോ? ശിവാനി കഫേ എന്നുള്ള പേര് പോലും ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ടൈറ്റിൽ രജിസ്ട്രേഷൻ നാളെ തന്നെ നടത്തണം. ശിവാനി കഫേയോ? ഇതെന്താണ് അങ്ങനെ ഒരു പേര്? ആ പേരിനെന്താ ഒരു കുഴപ്പം? ആന്റിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ ബിസിനസ് ആണോ, എന്റെ പേരാണോ? പ്രണവ് ഒരുപാട് ആലോചിച്ച് ആഗ്രഹിച്ച് ഒരു ബിസിനസ് ഐഡിയ ഇട്ട് വന്നപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നങ്ങ് എതിർക്കുകയാണല്ലോ. അതെന്താ, പ്രണവ് ഈ ഫീൽഡിൽ രക്ഷപ്പെടാൻ പാടില്ലെന്നാണോ? സ്വന്തം കാലിൽ നിൽക്കാൻ പാടില്ലെന്നാണോ? നിങ്ങൾക്കൊക്കെ എന്തൊരു അസൂയ! അതെ, ഇവിടെ ആർക്കും ഒരു അസൂയയില്ല. പ്രണവ് ഉയരങ്ങളിൽ എത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അറിയാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്യരുതെന്ന് മാത്രമേ ഇവരൊക്കെ പറയുന്നുള്ളൂ. അത് സ്നേഹം കൊണ്ടാ. ഓ, സ്നേഹമായിരുന്നോ? ഈ സ്നേഹം എന്തായാലും നന്നായിട്ടുണ്ട്. ഒരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോ തടസ്സം പറഞ്ഞ് അതിന് ഇടങ്കോലിടുന്നതാണോ സ്നേഹം? നിന്റെ ഭർത്താവിന് മാത്രമേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? എന്റെ ഭർത്താവിന് എന്താ അത് പറ്റത്തില്ലേ? എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാ പ്രണവ് എന്നോട് ഇഷ്ടം പറഞ്ഞ ആ കോഫി ഷോപ്പ് തന്നെ വിലക്ക് വാങ്ങിയത്. പിന്നെ ആ കോഫി ഷോപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇടമാണല്ലോ. സത്യം പറഞ്ഞ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത് ആ കോഫി ഷോപ്പിൽ നിന്നാ. ചേട്ടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഞാൻ ബിസിനസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. കഫേ ഷോപ്പുകൾ തുടങ്ങുന്നു എന്നുള്ള തീരുമാനം അങ്ങ് അറിയിച്ചതാ. അതിന് 5 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് തന്നാ മാത്രം മതി. അങ്ങനെ തോന്നുന്ന പോലെ ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിന്ന് പണം തരാനൊന്നും പറ്റില്ല. ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ ജയിക്കണം, ഇല്ലെങ്കിൽ അതിന് ഇറങ്ങരുത്. ഞാൻ ജയിക്കത്തില്ലെന്ന് ഏട്ടൻ എങ്ങനെ അറിയാം? എനിക്ക് എന്ത് കുറവുള്ളേ? എടാ, ഇത് നമ്മൾ നിൽക്കുന്ന ഫീൽഡ് അല്ല. ഒരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. വെറുതെ ഓരോ റീസൺസ് കണ്ടുപിടിക്കല്ലേ. ഇന്ന് മാർക്കറ്റിൽ ടോപ്പായി നിൽക്കുന്ന ബിസിനസ് ആണ് കഫേ ഷോപ്പ് ചെയിൻ. മറ്റു പലരും ചെയ്ത് വിജയിച്ച പ്രോജക്റ്റുകൾ ഉണ്ടാവും, പക്ഷേ അവരതിൽ തന്നെ കാലുറപ്പിച്ചവരായിരിക്കും. അച്ഛാ, അച്ഛൻ അറിയാലോ ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. ചേട്ടനാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇതിന് പറയത്തില്ലല്ലോ. എടാ,
നിന്റെ ചേട്ടൻ എത്ര വർഷമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. നീ അങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. എന്തെങ്കിലും തുടങ്ങാതെ എങ്ങനെയാ എടുത്തി അനുഭവങ്ങൾ ഉണ്ടാവുന്നത്? വെറുതെ ഇരുന്നാ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാകാനാ? എൻകറേജ് ചെയ്യുന്നതിന് പകരം എല്ലാവരും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. ഇത് ബിസിനസിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ആന്റി. ശിവാനി കഫേ എന്ന പേരാണ് പ്രശ്നം. അതിന്റെ ജലസിയ. ഇൻവെസ്റ്റ്മെന്റിനുള്ള പണം നിങ്ങളുടെ കയ്യിലായി പോയത് കൊണ്ടാണല്ലോ ഇതുപോലെ വന്ന് കൈനീട്ടി യാചിക്കേണ്ടി വന്നത്. ദേ ഒരു കാര്യം ചെയ്, പ്രണവിന് കൊടുക്കാനുള്ള ഓഹരി അങ്ങ് കൊടുത്തേക്ക്. ഞങ്ങൾ അത് വെച്ച് ബിസിനസ് ചെയ്തോ. എന്തോന്ന് ഓഹരിയോ? എന്താ ഇനി പ്രണവിന് ഓഹരി ഇല്ലേ ഇവിടെ? എന്താടാ പ്രണവ ഇത്? നോക്ക്, നീ ബിസിനസ് തുടങ്ങണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. തുടങ്ങിക്കോ, പക്ഷേ ആദ്യം അതിന് വേണ്ട എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അല്ലാതെ ഉടനെ കയറി സ്വത്തും ഓഹരിയും ചോദിക്കല്ല വേണ്ടത്. അതെ, പ്രണവിന്റെ സ്വപ്നങ്ങൾ എങ്ങനെ മുളയിലേ നുള്ളാൻ നിങ്ങൾ എല്ലാരും നിന്നാ പിന്നെ ശിവാനി എന്താ പറയേണ്ടത്? പറയിക്കുന്നതല്ലേ. അല്ല, ഇത്രയായ സ്ഥിതിക്ക് അതുമെന്ന് അറിയണമല്ലോ. ഇനിയിപ്പോ സ്വത്തുക്കളെല്ലാം കൂടെ മൂത്ത മകനും മരുമകൾക്കും മാത്രമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണോ? എന്താ പ്രണവ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ സ്വത്തൊക്കെ ഞങ്ങൾക്ക് എന്തിനാടാ? ഇവിടെ ആരധ്വാനിച്ച് എന്തുണ്ടാക്കിയാലും അതിലെല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. എന്നിട്ടാണോ പ്രണവിന് ആവശ്യമുള്ള പണം കൊടുക്കില്ല എന്നങ്ങ് തീരുമാനിച്ചത്? ഗൗതമാണ് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു എതിർപ്പും ആരും പറയൂലായിരുന്നല്ലോ. ഇതിന്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ ശിവാനി. ഇവൻ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലെന്ന് മാത്രല്ലേ ഇവന്റെ ചേട്ടനും അച്ഛനും പറഞ്ഞുള്ളൂ. എക്സ്പീരിയൻസ് ഇല്ല. അതൊന്നും അല്ല കാര്യം. നിങ്ങൾക്ക് പണം തരാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അതിന് ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ഇതൊന്നും മനസ്സിലാവാതിരിക്കാനേ ഞാനത്ര പൊട്ടനൊന്നും അല്ല. എല്ലാരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞു വെച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാനിനി ഒന്നിനുമില്ല, ഇവിടുത്തെ ബിസിനസ്സിനും ഒന്നിനുമില്ല. ഉള്ള സർട്ടിഫിക്കറ്റും കൊണ്ടേ ഞാൻ വല്ല വിദേശത്തോ എവിടെങ്കിലും പോയി വല്ല പണിയെടുത്ത് ജീവിച്ചോളാം. നീ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? അടുത്ത പോയിന്റ് എടുത്തിട്ടല്ലോ, കുട്ടി പക്വതയില്ലായ്മ. ഒന്ന് നിർത്താമോ?